ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ ചക്ക വേവിക്കാൻ പോവുകയാണ്. നമ്മളെപ്പോഴും ചക്ക കട്ട് ചെയ്യുമ്പോൾ പിച്ചാത്തിയിൽ ഇച്ചിരിയും വെളിച്ചെണ്ണ വരട്ടിയിട്ടേ ചക്ക കട്ട് ചെയ്യാവൂ. അങ്ങനെ ഞാൻ ചക്ക കട്ട് ചെയ്ത് വെച്ചേ. ഇവിടെ ഞാൻ ചക്ക വേവിക്കാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ചുളയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുക. ഞാനിവിടെ ചക്കയെല്ലാം അരിഞ്ഞ് വെച്ചേ. ഇതൊന്ന് നമുക്ക് വേവിക്കാമേ. ഞാൻ ഇത്രയും ചക്ക പഴുപ്പിക്കാൻ വച്ചിട്ടുണ്ട്. ഇത് നാളത്തേക്ക് പഴുക്കും. ഇവിടെ ഞാൻ ചക്ക വേവിക്കാൻ ഗ്യാസിലോട്ട് വെച്ചേ. അതിനകത്ത് ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വേവിക്കാമേ. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് തേങ്ങ അരപ്പ് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഞാനിച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കണം. വേവിക്കാൻ വെച്ച ചക്ക ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെ അടിക്ക് പറ്റിപ്പോവും. ഞാനിവിടെ ചക്കപ്പുഴുക്കിൻ്റെ അരപ്പിന് വേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 പച്ചമുളക്, ഒരു മുളക് വന്ന് പഴുത്തതാണ്, പിന്നെ ഒരു 4 കൊച്ചുള്ളി, കരിയാപ്പില, നല്ല ജീരകം, അതും കൂടി ചേർത്ത് ഒന്ന് അരയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ അരപ്പ് അരച്ച് വെച്ചേ. ഒത്തിരി നൈസായിട്ട് പേസ്റ്റ് പോലൊന്നും അരച്ചിട്ടില്ല, ലൈറ്റായിട്ടേ ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇതിനകത്ത് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഇത് വന്ന് നല്ലപോലെ ഇളക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.